ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബോംബെയിലുള്ള അടുത്ത പാർട്ടിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ സെക്കൻഡ് ഡേയുടെ നെക്സ്റ്റ് പാർട്ടാണ്. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ഒരു അമേസിങ് ആയിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ. കണ്ടോ, തല മാത്രം ഇരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പ്ലേറ്റിലെ സയൻസും അതുപോലെ തന്നെ ഹിസ്റ്ററിയും കുറേ രസകരമായ പരീക്ഷണങ്ങളും ഫിസിക്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു മ്യൂസിയം പോലത്തെ ഐറ്റത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ പ്ലേറ്റിൽ തലയിരിക്കണത് കണ്ടോ, അത് ശരിക്കും മിററാണ്. താഴത്തുനിന്നൊരു ഹോളാണ്. ആ ഹോളിൽ കൂടെ തലയിട്ട് കഴിഞ്ഞാൽ കുനിഞ്ഞിരിക്കണം കേട്ടോ. ആ ഹോളിൽ കൂടെ തലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല പ്ലേറ്റിലിരിക്കുന്ന പോലെ തോന്നും. ഇതും മിററിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചു തരുന്നതാണ്. 3 സൈഡിൽ നോക്കുമ്പോഴും 3 രീതിക്കുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. കുഞ്ഞു പിള്ളേരനായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അക്കങ്ങൾ, സൗണ്ട്സ്, കളറ്, ലൈറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. മിറർ എഫക്റ്റ് എന്താണ്, ഫിസിക്സിലെ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ, ബയോളജിയിൽ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി സുനാമി പ്രതിഭാസങ്ങൾ, എങ്ങനെയാണ് ഒരു കപ്പൽ മുങ്ങിപ്പോവുക, എങ്ങനെയാണ് ചുഴലിക്കാറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 4-5 ഫ്ലോറിലായിട്ട് ഒരു 5-6 സെക്ഷനിലായിട്ട് വിത്ത് വാഷ്റൂംസിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട്. സോ ഒരു ദിവസമോ 2 ദിവസമോ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എല്ലാം കണ്ടിട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് പിന്നെ ഗെയിംസൊക്കെ ഉണ്ടാവും, നല്ല ലോജിക്കായിട്ട് പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഗെയിംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ, അധികം നേരമൊന്നും നിന്നില്ല. നമുക്കൊരു പിരമിഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നത്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ കാണാനായിട്ട് എന്താ പറയുക, ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ചെയ്തത്. കൂട്ടത്തിലുള്ളൊരു പയ്യൻ അവന് കൊടുത്ത സാധനങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ പറഞ്ഞേ, ചെയ്ത് പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ലോജിക്കലി ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവിടെ ഉള്ള ഒരു ക്ലൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും, എന്താണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസിൻ്റെ, മിററിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസിൻ്റെ ഏരിയയിലേക്കാണ്. എത്ര എണ്ണത്തിലാണ് കാണുന്നത്? ഇതിൽ 2 സൈഡിലും ചരട് കെട്ടിയിട്ടുള്ള നല്ല വെയിറ്റുള്ള ഓരോ രൂപങ്ങളുണ്ടാവും. ആ രൂപങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. അത് ബാലൻസ് ചെയ്യാൻ വേണം. 2 സൈഡിലെ 2 രൂപങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പിടിക്കലാണ് അതിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ പോയിട്ടുള്ളത് ഈ സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവില്ലേ, അതെങ്ങനെയാണെന്ന്. അതൊരു കൂടിൻ്റെ ഉള്ളിലായിരിക്കും. നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്താണ് അവിടെ ആ പ്രഷർ വരുന്നത്, അങ്ങനെ ആ കാറ്റ് വരുന്നത്, അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അത് നടക്കുന്നുണ്ടാവുക. അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്, അതിൻ്റെ എങ്ങനെയാണിത് ഉണ്ടാവുന്നതെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ അത് തിരിയുണ്ട്, അത് കാണിക്കും. അകത്ത് ക്യാമറ വെച്ചിട്ട് നമ്മൾ ആ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ക്യാമറയിൽ കാണുന്ന കാര്യങ്ങൾ ഒരു CCTV പോലെയൊക്കെയാണ് ഈ ഒരു പരീക്ഷണത്തിലൂടെ കാണിച്ചു തരുന്നത്. മുഖത്തിൻ്റെ ഫേസിന് എന്താ ഉണ്ടാവണമെന്ന് നോക്കാം. നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കണ്ടല്ല, എന്താ ഇതിൽ തല തിരിഞ്ഞ്. അടുത്തത് ഇത് നമ്മുടെ സോപ്പും പതയിൽ മുക്കിയിട്ട് എടുക്കുമ്പോൾ വളയാണെങ്കിൽ വളയുടെ ഷേപ്പിൽ സോപ്പും പതയുടെ ഒരു ഇത് വരില്ലേ, അങ്ങനത്തെ സാധനമാണ്. ഏത് ഷേപ്പാണ് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ സോപ്പും പതയുടെ കുറേ കുമിളകളും അതേ ഷേപ്പിൽ സോപ്പും പത വരും ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സോപ്പും പതയുടെ സാധനങ്ങളല്ലേ, ഷേപ്പുകൾ. കപ്പുകൻ്റെ തണ്ടോണ്ട് എത്ര കളിച്ചിട്ടുണ്ട് അല്ലേ. ഓ ഗ്രേറ്റ്. എങ്ങനെയായിട്ടുള്ള പോണല്ലേ. ഈ ഒരു ഐറ്റം നോക്കിയേ, അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വടിയാണ്. പക്ഷെ ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടെ അവർ വെട്ടിയിട്ടുള്ള അതേ ഭാഗത്ത് കൂടെ കറക്കുന്നത് കണ്ടോ. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നോക്ക്. ഇതൊക്കെ നമ്മൾ വെച്ചിട്ടതിനനുസരിച്ച് സ്പീഡിൽ കറങ്ങണതാണ്. കുഞ്ഞു പിള്ളേർക്ക് ഷേപ്പിനെ കുറിച്ചിട്ട് വലുതേത് ചെറുതേത് എന്നൊക്കെ പഠിക്കാനുള്ള കുറേ ഗെയിംസ് പോലെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വീലിൻ്റെ
കണ്ടുപിടുത്തമാണ്. പണ്ടത്തതിൽ നിന്ന് ഇപ്പോഴത്തേക്ക് മാറി 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 വന്ന ആ ഒരു എവല്യൂഷനാണ് കാണിക്കുന്നത്. പിന്നെ പോയിട്ടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയസിലാണ് കേട്ടോ. നാവിലെ ഏതൊക്കെ ഭാഗങ്ങളിലെ ഏതൊക്കെ ടേസ്റ്റുകളാണ് അനുഭവപ്പെടുക എന്നുള്ളത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ള രണ്ട് കൈ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും തൊടുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ അറിയുന്നത് എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് നമുക്ക് കുറേ പ്രതലങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാന്നുള്ളത്. തുറന്നു പിടിച്ച് കാണിച്ചെന്നെ ഈ സാധനങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഓരോന്നിൻ്റെ ഓരോ സാധനങ്ങൾ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൗണ്ട് ആൻഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് സൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചെവിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നിട്ടുണ്ടാവുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഗ്രാഫൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മ ഉണ്ട്. കോക്ലിയൊക്കെ ഉണ്ട് അതിനകത്ത്, ഡയഫ്രം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പഠിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. അത് വൻ വിറ്റായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ ഞാൻ കുറേ നേരം നിന്നു. അവസാനം ഞാൻ പോട്ടെ പുല്ലിയെന്ന് വെച്ച് ഇറങ്ങി വന്നപ്പോൾ, ഞാൻ ഇപ്പുറത്തു കൂടെ ഇറങ്ങി വന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ അപ്പുറത്തു കൂടെ പറഞ്ഞിട്ട് വന്നു. അവസാനം ചോദിച്ചു പറഞ്ഞു ഇവിടെ ഇല്ല, ആ ചേട്ടൻ വന്നേക്കണമെന്നൊക്കെ. ഞാൻ തിരിച്ചത് കൂടെ കയറി. അവസാനം പറഞ്ഞു തന്നു, ഒരുവിധം ചെയ്തു എന്ന് പറഞ്ഞു. അല്ല, പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്ത് കാണിക്കാൻ. അതിൻ്റെ ഉള്ളില് ഗ്യാസ് പോയതാ. വണ്ടർ അടുത്ത് ഗ്യാസ്. ഈ ഒരു ഏരിയയിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെയും സൗണ്ട്സ് എങ്ങനെയാണ് കേൾക്കുക എന്നുള്ളത് നമുക്ക് ഓരോ സ്വിച്ച് ഞെക്കിയാലും കേൾക്കാൻ പറ്റുമായിരുന്നു. എൻ്റെ വലതേ ചെവിടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കൽ കുറേ കാലമായി തുടങ്ങിയിട്ട്, ഒരു ശ്വാസം വിടുന്ന പോലത്തെ സൗണ്ട്. അപ്പോൾ അതിനൊരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എൻ്റെ ബാക്ക് പെയിൻ്റെ ഡിസ്പൾജിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ കൺസൾട്ടേഷന് പോയ സമയത്ത് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ. അന്ന് എനിക്ക് ഹിയറിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം പോലെ എനിക്ക് തോന്നിയത്. ഭയങ്കര ഡെസിമൽ കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുള്ള സൗണ്ട്സ് കേൾപ്പിക്കും. ഭയങ്കര ഡെസിമലിന് താഴെയുള്ളത് കേൾപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ എനിക്ക് ആ ടെസ്റ്റാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് കയറിയിരുന്നപ്പോൾ.
ഇതിൽ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ ചൂസ് ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ട് ആയിരിക്കും കേൾപ്പിക്കുക. ഇപ്പോൾ തബല ഞങ്ങൾ ചൂസ് ചെയ്തപ്പോൾ തബലയുടെ സൗണ്ട് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മൈക്ക് ടെസ്റ്റിങ്ങിൻ്റെ ഒരു രീതിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ, എക്കോ വരുന്നുണ്ട് നല്ല രീതിക്ക്. മുൻപുണ്ടായിരുന്നത് നമ്മുടെ ഒരു സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ള ടെസ്റ്റും കാര്യങ്ങളും. റബ്ബർ ആണെങ്കിൽ പേപ്പർ, കാർപ്പറ്റ്, ഹൈഡൻസ് സ്പോഞ്ച്, വുഡ്, തെർമോക്കോൾ. ഈ പറഞ്ഞ ഓരോ ഐറ്റംസും മുറിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട്സ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ടെലിഫോണ്, ഗ്രാമഫോണ്, റേഡിയോ അങ്ങനത്തെ കാര്യങ്ങളുടെ ഇൻവെൻഷനും കാര്യങ്ങളും അതിൻ്റെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു ഈ പിയാനോ കൂടെ നടക്കുന്നതായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം ചാടി ഓടി കളിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എന്നെ പിടിച്ചു കൊണ്ടുവന്ന പോലെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്ത സെക്ഷൻ ലൈറ്റ് ആൻഡ് സൈറ്റ് ആണ്. പ്രകാശത്തിൻ്റെതായിട്ടുള്ള പഠനങ്ങളും അതുപോലെ നമ്മുടെ കാഴ്ചയുടെ നമ്മൾ കാണുന്ന സൗണ്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു. ഓരോ രീതിക്കുള്ള ഇലുമിനാറ്റി ഇല്യൂഷൻസ് ഒക്കെ തോന്നില്ലേ, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ അതിൽ കൂടുതലും. എനിക്ക് MRI എടുത്തപ്പോഴില്ലേ, നമ്മൾ ആ ഒരു ശവപ്പെട്ടി പോലത്തെ പെട്ടിയുടെ ഉള്ളിൽ ആ മെഷീനിക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ടുകളായിരിക്കും, പല രീതിക്കുള്ള സൗണ്ട് വേവ്സ് ആയിരിക്കും കടത്തിവിടുക. അത് വെച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള മജ്ജയും മാംസവും എല്ലും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നത്. അതുപോലെ നമുക്ക് എക്സ്റേ ഒക്കെ ആണെങ്കിൽ ലൈറ്റ് കടത്തി വിട്ടിട്ടാണ് അറിയുന്നത്. അപ്പം അതുപോലെ സൗണ്ടും അതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സൈറ്റ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3D പോലത്തെ കാര്യങ്ങൾ, ഇല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും രസമായിരുന്നു കേട്ടോ. ഇല്യൂഷൻ എന്താ ഇവിടെ മഞ്ഞയായിട്ട് കാണുന്ന, ഇവിടെ 2 ചുവപ്പായിട്ടാണ് കാണുന്നത്. മിറർ വിൻഡോ. സ്റ്റാൻഡ് ഓൺ വൺ സൈഡ് ഓഫ് ഗ്ലാസ് ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട് ടു സ്റ്റാൻഡ് ഇൻ അനദർ സൈഡ്. അപ്പുറത്ത് പോയി നിൽക്ക്. എന്നെ കാണാണ്ടോ? ഇതിനകത്ത് കയറി നിന്നപ്പോൾ ഞാൻ ജോബിസിനെ കാണുന്നതിനൊപ്പം തന്നെ എന്നെ കാണാനുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആ മിററിൻ്റെ അപ്പുറത്ത് എൻ്റെ ഷാഡോ മുഴുവനായിട്ട് പോയിട്ട് പിന്നെ ആളെന്നെയാണ് കാണാനുള്ളത്. ആ സെൻറ്ററിലുള്ള ഗ്ലാസ് മറിഞ്ഞു പോയ പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പ്രതിബിംബം, എൻ്റെ റിഫ്ലക്ഷൻ മൊത്തത്തിൽ പോയിട്ട് ആളെന്നെയായിരുന്നു എനിക്ക് കാണാനുണ്ടായിരുന്നത്. അതുപോലെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. ഇങ്ങനത്തെ യേശുവിൻ്റെ ഫോട്ടോ ആയിരുന്നു ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഈ അപ്പാപ്പൻ നമ്മൾ പോകുന്നതിനനുസരിച്ച് തലചരിച്ച് നോക്കുന്ന പോലെ ഉണ്ടായിരുന്നു. വീഴരുത്. പിന്നീട് പറഞ്ഞ പോലെ ഇല്യൂഷൻ നമ്മൾ കുറേ ഗെയിംസിലുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് നോക്കിയിട്ട് നമുക്ക് തല കറങ്ങുമെന്ന് നോക്കാൻ ഒരു ഗെയിം. പിന്നെ ബിഗ് സ്മോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്കുള്ള സാധനങ്ങൾ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ജോബിച്ചൻ തല അകത്തേക്ക് ഇടുന്നത് അത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീൽ വരും. പിന്നെ മിററിലുള്ള നമ്മൾ ആദ്യം കണ്ട പോലത്തെ കാര്യങ്ങൾ തന്നെയായിരുന്നു. മൾട്ടിപ്പിൾ മിററിൽ എങ്ങനെയാണ് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടോ പിള്ളേരെ? പഠിച്ചിട്ടുണ്ടോ? ന്യൂട്ടൻ്റെ പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടന്നു വിടുമ്പോൾ നമ്മുടെ മഴവില്ല് പോലത്തെ സാധനം വരുന്നതും ഒരുപാട് കളേഴ്സിലുള്ള ഡിസ്ക് വട്ടം ചുറ്റുമ്പോൾ വൈറ്റ് കളറായിട്ട് നമുക്ക് തോന്നിക്കുന്നതൊക്കെ ആയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പറ്റിയത്. ഒരു കണക്കിനെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വെറുതെ തിയറി ടെക്സ്റ്റിൽ വായിച്ച് പോകേണ്ടി വന്നിരുന്നില്ല. ഇങ്ങനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം 2 മാർക്കിൻ്റെ എസ് ആയാലും 6 മാർക്കിൻ്റെ എസ് ആയാലും നമുക്ക് പടച്ചു വിടായിരുന്നു. മറ്റേത് ടെക്സ്റ്റ് വായിച്ച് പഠിച്ച്
എഴുതേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ടീച്ചേഴ്സെങ്കിലും പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും. ഇത് കണ്ടോ, കടലിൻ്റെ അടിയിൽ മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് ബോട്ട് മുങ്ങുന്നത് എന്നുള്ളതൊക്കെ പ്രസൻറ്റ് ചെയ്തേക്കുന്നതായിരുന്നു. ഇത് മറ്റേ ഗെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോൾ ഇട്ടിട്ട് ആ ബോളിൻ്റെ ഉള്ളിൽ കൂടെ വഴി കാണിച്ചിട്ട് അതിനുള്ളിൽ ഇട്ട് കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പണ്ട് നമ്മുടെ ബോക്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനത്തെ ഗെയിംസ് ഉണ്ടായിരുന്നു. 4-5 ബോൾ ഉണ്ടായിട്ട് അതിനൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഹിമാലയൻ കരടിയൊക്കെ വരുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് അവരെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് മാത്രം മനസ്സിലായില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൂടെ വരുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ ലൈറ്റിൻ്റെ എഫക്റ്റ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ആ നോബ് പിടിച്ച് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രീതിക്ക് പ്രഷർ ചെയ്യുന്നോ അത്ര ഇഞ്ചാണ് അത് ഉള്ളിലേക്ക് കയറി പോകുന്നത്. അത് കുറച്ച് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട പോലത്തെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തിപ്പെട്ടത് അവർ ടെക്നോളജി ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ്. അറ്റ് ദ സെയിം ടൈം ജോബിച്ചൻ വാഷ്റൂമിൽ പോയിട്ട് ക്യാൻറ്റീനിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ജോബിച്ചൻ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സ്പേസ് കണ്ടിരുന്നു. അവിടെ നമ്മുടെ പരിണാമം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ വേറെ സ്ഥലവും ജോബിച്ചൻ വേറെ സ്ഥലമാണ് പിന്നീട് കണ്ടത്. അത് രണ്ടും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടുതലുണ്ടായിട്ടുള്ളത് ഹിസ്റ്ററി, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഭൂമിയുടെ ഉള്ളിൽ എന്താണ്, അകവശത്ത് എന്താണ്, ഓരോ പാളികളായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രഹങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ഹിസ്റ്ററി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ആദ്യത്തെ കോശം ഉണ്ടായത്, കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബാങ് തിയറി, അങ്ങനത്തെ തിയറീസൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാട്ടാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭൂമിയെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഛേദം എന്നൊക്കെ പറയില്ലേ, അതിനകത്തുള്ള അറകൾ എന്തൊക്കെയാണ്, ലെയറുകൾ എന്നൊക്കെ, അത് നല്ല അസലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ് ഏതായാലും കുഞ്ഞു പിള്ളേർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മളുള്ളത് മുംബൈയിലുള്ള നെഹ്റു സയൻസ് പാർക്കിലാണ്. സയൻസ് റിലേറ്റഡ് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ചെയ്ത് നോക്കി കണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റും. പുസ്തകത്തിൽ നിന്നുള്ള അറിവിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിൻ്റെ അപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് പിള്ളേരെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ടൂറും കാര്യങ്ങളും കൊണ്ടുപോയാൽ നന്നായിരിക്കും. ഈ വണ്ടറിലേക്കൊക്കെ പോകുന്നത് മാനസിക ഉല്ലാസം നടക്കുന്നതിനൊപ്പം പഠനത്തിൻ്റെ ടൂറും എന്താ പറയുക, ഹാപ്പിനെസ്സിന് വേണ്ടി ഇതുപോലത്തെ ടൂറിസ്റ്റ് പ്ലേസൊക്കെയും പോകുമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ കടലും കരയും പർവ്വതങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യൻ്റെ എവല്യൂഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അസ്ഥികൂടങ്ങൾ, പണ്ടത്തെ കുരങ്ങനിൽ നിന്ന് മനുഷ്യനായിട്ട് വന്നിട്ടുള്ള ഓരോ സ്റ്റെപ്സ്, എങ്ങനെയാണ് കയ്യെ വ്യത്യാസം വന്നത്, കാലെങ്ങനെയാണ് വ്യത്യാസം വന്നത്, കൈ കുത്തി നടന്നിരുന്ന ആൾക്കാർ, അതായത് നാൽക്കാലികളായിട്ടുള്ള ഈ കുരങ്ങന്മാരിൽ നിന്നും ഇരുകാലികളായിട്ടുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, കൈയിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, കാലിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, കുനിഞ്ഞു നടന്നിരുന്ന ആൾ നിവർന്ന് എങ്ങനെ നിന്നു, പിന്നെ കുരങ്ങൻ നിന്ന് മനുഷ്യനായതിൻ്റെ പരിണാമങ്ങൾ, ഫോട്ടോസ്, കുരങ്ങനായിരുന്നപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു സമൂഹമായിട്ട് ജീവിച്ചിരുന്നത്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവർ ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്ക് താമസിച്ചു, അത് കഴിഞ്ഞ് ഗ്രൂപ്പായിട്ട് താമസിച്ചു, ചക്രം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, എന്താ പറയുക, ഫുഡ് കുക്ക് ചെയ്ത് തിന്നാൻ തുടങ്ങി, അങ്ങനത്തെ ഓരോ സ്റ്റേജസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അസ്ഥികൂടങ്ങളും ഉണ്ടായിരുന്നു, സ്കെൽട്ടൻസ്, അതായത് കുരങ്ങനായിട്ടുണ്ടായിരുന്നപ്പോഴത്തെ അസ്ഥികൂടം തൊട്ടിട്ട് മനുഷ്യനായപ്പോഴത്തെ തൊട്ടുള്ള അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ ഒരു കുരങ്ങനിൽ നിന്നാണോ ഞാനൊക്കെ ഉണ്ടായത്, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ കുരങ്ങന്മാരായിരുന്നു എന്നൊക്കെ. വിശ്വസിക്കാൻ പറ്റാത്ത തിയറിയാണ്. ഇപ്പോൾ ബൈബിളിലെയും ഖുറാനിലൊക്കെ വിശ്വാസപ്രകാരം മനുഷ്യനെ കൈകൊണ്ടുണ്ടാക്കി ഊതി ശ്വാസം കൊടുത്ത് ഉണ്ടാക്കിയെന്നാണ്. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ കുരങ്ങനെന്ന് പരിണാമിച്ചിട്ടാണ് മനുഷ്യനുണ്ടായത്. ഇപ്പോഴും അത് ഉത്തരം കിട്ടാത്തൊരു സമസ്യയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ തിയറീസൊക്കെ നമ്മൾ പഠിച്ചത് പ്രകാരം നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രം.
എന്തായാലും എനിക്ക് വർത്തിട്ടായിട്ടാണ് തോന്നിയത്. കൊടുത്ത പൈസയ്ക്ക് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷേ നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ എന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയമെടുത്ത് എല്ലാം കണ്ട് പഠിച്ച് പോകാനുള്ളൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും നമ്മൾ കയറാത്ത ഏരിയാസ് ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും വണ്ടിയിലത്തെ ഡ്രൈവറുടെയും ഗൈഡിൻ്റെ ഒക്കെ 100 കോള് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇറങ്ങി ഓടി വണ്ടിയിൽ കയറി. ഞങ്ങളായിരുന്നു ലാസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു.